അപ്പൊ ഇന്ന് പുതിയൊരു വീഡിയോ ആട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാലേ, ഞാനൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാലും നമ്മളടുത്ത് ഒരു 70,000 രൂപ ഉണ്ട്. ഒരു 70,000 രൂപ വെച്ചിട്ട് നമ്മൾ എവിടത്തേക്കും പോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് പുറത്ത് നമ്മളതിനെ സ്വന്തം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കഴിക്കണം. പുറത്തുനിന്നുള്ള ഫുഡ് നമ്മളില്ല കേട്ടോ. അപ്പൊ ഇനി എന്തെങ്കിലും ചായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കാം കേട്ടോ. ഇതൊരു ഇതെന്താന്ന് വെച്ചാല് കുളു മണാലി വരെ പോകണം എന്നുള്ളതാണ്. നമുക്ക് ഞാൻ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നമ്മൾ കിലോമീറ്റർ ഒക്കെ നോക്കിയപ്പോൾ നമ്മുടെ പെട്രോളിന്റെ ക്യാഷും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നമുക്ക് ഏകദേശം എത്തുന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. അപ്പൊ നമുക്കത് എത്തോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പോകുന്നത് നമ്മളെ കാറിൽ തന്നെ കേട്ടോ. അപ്പൊ ചെറിയ കാറാണ്, അതായത് കേട്ടനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന്റെ ഇതൊക്കെയാണ് ഞാൻ പോകുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇപ്പൊ ഇത്രയൊക്കെ നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഡിക്കിലുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ എടുക്കണം. അതായത് ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഗ്യാസും പിന്നെ നമ്മളെ ഡ്രസ്സും, അല്ലൂസിന്റെ കുറച്ച് ഡ്രസ്സും പിന്നെ അല്ലൂസിന്റെ കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എടുത്തിട്ടില്ലെങ്കിൽ അല്ലൂസിന് എന്തായാലും എടുക്കണം. അതാണ് ഭയങ്കര ഇത്. അപ്പൊ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ പോകുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് വേണം. ഓക്കെ, എന്തായാലോ കാശ്മീരാണ് ഞങ്ങളെ ലക്ഷ്യം. നമ്മളെവിടെ എത്തും എന്നുള്ളത് അറിയില്ല, പക്ഷെ ഞങ്ങളെ ലക്ഷ്യം കാശ്മീരാണ് കേട്ടോ. തോട്ടത്തിലുള്ള ഫുഡും കാര്യങ്ങളും പിന്നെ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന അത്രയും കാഴ്ചകൾ ഞങ്ങൾ കാണിച്ചു തരും കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് മസ്റ്റാണ്. ഓക്കെ, നിർത്തി അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരം കയറുകയാണ്. സമയം എന്തായിക്കാ? സമയം ഒരു 5:45, 6 മണിക്കായിട്ടോ. ഓണൊക്കെ ആയതുകൊണ്ട് റോഡ് അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കയറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചും കൂടി എത്തുമ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സൺഡേ ആയതിന്റെ കുറച്ച് തിരക്കും ഉണ്ടാവും. ഓണൊക്കെ അല്ലേ വരുന്നത്. മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. പെയ്യണ്ട എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എത്ര സമയക്കാ? 5:10 വൈകുന്നേരം കേട്ടോ. വൈകുന്നേരം 5:10 സമയം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഒരു 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോ 5:10 ആയി. കടകളൊക്കെ ഉണ്ട് അല്ലേ? കടകളൊന്നും അവധിയില്ല ഇന്ന്. നമ്മളെ പപ്പു പറഞ്ഞ താമരശ്ശേരി ചുരം അല്ലേ? നമ്മളെ വണ്ടി ബ്ലോക്കാണ് കേട്ടോ. കണ്ടോ, ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്ക് ആയപ്പോഴാണ് വിശക്കണതിലേക്ക. നല്ല വിശപ്പ്. അല്ലോ വിശക്കണുണ്ടല്ലോ. എന്താ കഴിക്കണ്ടേ? ബ്ലോക്ക് ആയിട്ടാ വിശക്കണ കേട്ടാ, അല്ലാണ്ട് വിശക്കൂല അല്ലേ? ബ്ലോക്ക് ആയോണ്ട് വിശക്കണേ. അപ്പൊ എന്താ കഴിക്കാൻ വേണ്ടേ? ചിക്കൻ ബിരിയാണി. ഈ ചുരത്തുമേ ചിക്കൻ ബിരിയാണി അല്ല, കടയിൽ നിന്ന് മേടിക്കാം. ബ്ലോക്ക് കഴിയട്ടെ കേട്ടോ. കടയിൽ നിന്ന് മേടിക്കാം. ചിരിച്ച ബിരിയാണി. നല്ല വിശപ്പുണ്ട്. ചായ മേടിക്കാം വേഗം. പഴംപൊരിയും ബീഫും അല്ലേ? എങ്ങനെ ഉണ്ടാവും? രസം ഉണ്ടാവുമല്ലോ. കുപ്പായാട്ടോ. എവിടുന്ന്? കേക്കിന്റെ അവിടെ ചൂടുള്ള ചായ. അല്ല നല്ല
എന്നിട്ട് നമ്മൾ അല്ലൂസ് ഉറങ്ങാണ്. ഇതാ ഞാൻ ഇവിടെ തലേണി ഇതൊക്കെ വെച്ചിട്ടോ ഇവിടെ കിടക്കാനാണ്, കാറിൻ്റെ നടുക്ക് കിടക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത. അപ്പം ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നീച്ചതാണ്. എന്താ അതാണ് സെറ്റപ്പ്. എന്താ അല്ലൂസ് ഭയങ്കര ഉറക്കാട്ടോ. ഒരു തലേണ വെച്ചിരുന്നു, പക്ഷെ അവന് വേണ്ട പറഞ്ഞിട്ട് എടുത്തതാട്ടോ. കണ്ടത് നമ്മൾ കിടക്കുന്ന സംഭവം കണ്ടോ, സീറ്റ് ഇതിൻ്റെ സീറ്റിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ലഗേജും കാര്യങ്ങളും ആട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ ബ്ലാങ്കറ്റും കാര്യങ്ങളും ഇട്ടിരിക്കണം. അങ്ങനെയാണ് സംഭവം കണ്ടോ.